ഉള്ളത്. ആദ്യമേ ഞാൻ പറയുന്നു, ഈ മജ്‌ലിസിൽ നിയ്യത്ത് വെച്ചാൽ നമുക്ക് അല്ലാഹുവിന്റെ അടുത്ത് കിട്ടുന്ന നേട്ടം ഏറ്റവും വലുതാണ്. ഈ മജ്‌ലിസിൽ നിയ്യത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നു എന്ന് കരുതിയാൽ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോ സെക്കൻഡുകൾക്കും വലിയ ഹസനാത്തുകൾ നാഥൻ രേഖപ്പെടുത്തും. യാതൊരു സംശയവും അതിനില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മജ്‌ലിസാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മജ്‌ലിസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങൾ പറയുകയും പാടുകയും ചെയ്യുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്ന മജ്‌ലിസാണ് എന്നുള്ള മനസ്സോടുകൂടി വന്നിരുന്നാൽ മദീന റൗളയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ കൽബിലുണ്ടാകും. അവിടത്തോട് ഒരു കണക്ട് നമുക്കുണ്ടാക്കാൻ സാധിക്കും. നിയ്യത്ത് നന്നായാൽ മയ്യത്ത് നന്നാകുമെന്നാണ് പഴമൊഴി. നിയ്യത്ത് ഇല്ലെങ്കിൽ പിന്നെ ഒന്നും ഒരു ഫായിദയും ഇല്ല, ഒരു ഗുണവും ഇല്ല. നമുക്കറിയാം, ഒരുപാട് സാന്ത്വന പ്രവർത്തനങ്ങൾ, സാംസ്കാരിക പ്രവർത്തനങ്ങൾ നമ്മളല്ലാത്ത പലരും ചെയ്യുന്നുണ്ട്. പക്ഷേ നിയ്യത്ത് വെക്കാത്തത് കൊണ്ട് അവർക്ക് അതിന്റെ ഫലം ലഭിക്കുകയില്ല. നമ്മൾ തന്നെ നിയ്യത്ത് വെച്ചാൽ മാത്രമേ അതിന്റെ ഫലം ലഭിക്കുകയുള്ളൂ. നിയ്യത്തില്ലാത്ത അമൽ വെള്ളത്തിൽ എഴുതിയതുപോലെയാണ് എന്നും അവസാനത്തെ തഹിയ്യാത്തിൽ സലാം വീട്ടുന്നതിന്റെ തൊട്ടു മുമ്പേ വുളൂ മുറിഞ്ഞതുപോലെയാണ് എന്നൊക്കെ മഹാന്മാർ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. നിയ്യത്തോടു കൂടിയുള്ള പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു വെടിക്ക് ഒരുപാട് പക്ഷികളാണ്, രണ്ടല്ല ഒരുപാട് പക്ഷികളാണ് നമുക്ക് ലഭിക്കാറുള്ളത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിന് വേണ്ടി ജീവിച്ച, നമുക്ക് വേണ്ടി ജീവിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 സംവത്സരങ്ങൾ കൊണ്ട് ഇവിടുത്തെ എല്ലാ സംസ്കാരവും, എല്ലാ വിദ്യാഭ്യാസവും, എല്ലാവിധ കാര്യങ്ങളും ഇവിടെ അനിവാര്യമാക്കി. എല്ലാവർക്കും അവരുടേതായ അവകാശങ്ങൾ നൽകി അതിൻ്റെതായ എയിംസുകൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്ന തിരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഡാർക്ക് ഏജിൽ വിശേഷിപ്പിക്കാവുന്ന യുഗത്തിൽ എന്ന് പറഞ്ഞാൽ ആർക്കും എങ്ങനെയും ജീവിക്കാം. പക്ഷേ അവിടെയൊന്നും മാനുഷികമായ ഒരു പരിഗണനയും നൽകാത്തൊരു കാലഘട്ടത്തിലാണ് തിരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിറവി. ജനിച്ചത് പെണ്ണാണെന്ന് പറഞ്ഞാൽ ജീവനോടുകൂടി കുഴിച്ചു മൂടപ്പെടുന്ന സമൂഹത്തിലേക്കാണ് തിരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത്. തിരു ഹബീബ് വരുന്നത് എങ്ങനെയാണ്? സൂറത്തുൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ഓ നബിയേ, തങ്ങളെ സർവ്വലോകത്തിലേക്കും ഗുണം കാംക്ഷിക്കുന്ന ആളായിട്ട് മാത്രമാണ് അയച്ചത്. ലോകത്ത് മുഴുവൻ ജനങ്ങൾക്കും സൃഷ്ടികൾക്കും എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും ഗുണമാണ്, റഹ്മത്താണ് മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പൊ എങ്ങനെയാണ് ആദം നബി അലൈഹിസ്സലാമുള്ള കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിലുള്ള ഉയരെ പിന്നെ എങ്ങനെ അവിടത്തേക്ക് റഹ്മത്ത്? എങ്ങനെയാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലുള്ള ജനങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ റഹ്മത്ത്? അവിടുന്ന് വഫാത്തായി 1400-ലധികം വർഷം കഴിഞ്ഞു. ഇപ്പോൾ എങ്ങനെയാണ് റഹ്മത്ത് ലഭിക്കുന്നത് എന്നൊക്കെ സ്വാഭാവിക ചോദ്യമാണ്. എന്നാൽ ആദ്യമായി അല്ലാഹു തആല സൃഷ്ടിച്ചത് അത് ആകാശമല്ല, ഭൂമിയില്ല, നക്ഷത്രമില്ല, ഗോളമില്ല, ഒരു ശാസ്ത്രവും എല്ലാ മലക്കിനിയില്ല. ആദ്യമായി അല്ലാഹു തആല സൃഷ്ടിക്കുന്നത് ആരെയാണ്? തിരു ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ്. ലോകത്ത് 140 കോടി മുസൽമാന്റെ മനസ്സ് കൊട്ടാരത്തിന് കിരീടം അണിയാത്ത രാജകുമാരൻ
ഇങ്ങോട്ട് കേൾക്കുന്നില്ല. ചൊല്ലണം, സ്വലാത്ത് ചെല്ലാനാണ് നമ്മളോട് ഒരുമിച്ച് കൂടി. സ്വലാത്ത് ചെല്ലുന്നതിന് ഓരോ സ്വലാത്തിനും നമുക്ക് 10 നന്മകൾ രേഖപ്പെടുത്തുകയും 10 തിന്മകൾ ഡിലീറ്റ് ചെയ്യപ്പെടുകയും 10 ഗുണങ്ങൾ നമുക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യും. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദം നബി അലൈഹിസ്സലാം മുതൽ സർവ്വജനങ്ങൾക്കും നിഅമത്താണ്, റഹ്മത്താണ്. സംശയമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ നിലക്കും റഹ്മത്താണ്, എല്ലാ നിലക്കും കാരുണ്യമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റഹ്മത്ത് ഇല്ലായിരുന്നുവെങ്കിൽ ഇവിടെ ലോകത്തൊരു മനുഷ്യർക്കും റഹ്മത്ത് ഉണ്ടാവുകയില്ല, ലോകത്തൊരു സൃഷ്ടിക്കും റഹ്മത്ത് ഉണ്ടാവുകയില്ല. ആദം നബിക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് എങ്ങനെയാണ്? ആദം നബി അലൈഹിസ്സലാം സ്വർഗ്ഗത്തിലല്ലേ താമസിച്ചത്? ആദം നബി അലൈഹിസ്സലാം സ്വർഗീയ സുഖത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോ, സ്വർഗീയമായ പർദിസകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതിന് വിരുദ്ധമായി അറിയാതെ സംഭവിച്ചു പോയി. ആ സംഭവിച്ച അടിസ്ഥാനത്തിൽ സയ്യിദുനാ അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആ പഴം ഭക്ഷിച്ചതിന്റെ കാരണം സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അല്ലാഹു തആല പറഞ്ഞയച്ചു. ഭൂമിയിലേക്ക് പറഞ്ഞയച്ചപ്പോ അതിനെ തെറ്റ് ചെയ്തെന്ന് ആരും കേട്ടോ, അതിനെ തെറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ വിശ്വസിച്ചാൽ ഈമാനിന് പുറത്താണ്. ഒരു നബിയും ഒരു കാലത്തും തെറ്റ് ചെയ്തിട്ടില്ല, ഒരു പ്രവാചകനും തെറ്റ് ചെയ്തിട്ടില്ല. അറിഞ്ഞോ അറിയാതെയോ, രഹസ്യമായോ പരസ്യമായോ, ചെറുപ്പത്തിലോ വലുപ്പത്തിലോ, ഉറക്കിലോ ഉണർവിലോ, ബോധ്യപൂർവമോ അറിയാതെയോ ഒരു പ്രവാചകർക്കും തെറ്റ് സംഭവിച്ചില്ല. അതിന് തെറ്റ് സംഭവിച്ചിട്ടില്ല അലൈഹിസ്സലാത്തു വസ്സലാം. അതിന് ലോക്കൽ മനുഷ്യരും അല്ല. 1,24,000 പരം പ്രവാചകന്മാരുണ്ട്. അതിൽ ലീഡേഴ്സാണ് നബി അലൈഹിസ്സലാം. ആരാണ് ലീഡർ? അതിനുള്ള ലീഡറാണ് മുർസലുകൾ. അവർ 313 ആണ്. 313 മുർസലുകളിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട 25 പേരുണ്ട്. ആ 25 പേരിൽ ഒരാളാണ് സയ്യിദുനാ അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം. നമ്മുടെ ഉപ്പാപ്പയായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു കൽപ്പിച്ചത് മറന്നുപോയി. അങ്ങനെ സ്വർഗ്ഗത്തിൽ നിന്ന് പഴം ഭക്ഷിക്കുകയാണ്. ആലോചിച്ച് നോക്കി, ആദം നബി അലൈഹിസ്സലാം അങ്ങനെ പഴം ഭക്ഷിച്ചില്ലെങ്കിൽ നമ്മളിപ്പോ എവിടെ ഉണ്ടാവാ? സ്വർഗ്ഗത്തിൽ അല്ലേ? സ്വർഗ്ഗത്തിലാണെങ്കിൽ ഈ ഒരു പരിപാടിക്ക് ഉണ്ടാവോ? അല്ലാഹു ഇവിടേക്ക് വരാൻ ഒരു സബബ് ഉണ്ടാക്കിയതാണ്, ഒരു റീസൺ കണ്ടെത്തിയതാണ്, ഒരു നിമിത്തം പറഞ്ഞതാണ്. അത് സ്വർഗ്ഗത്തിൽ ഇങ്ങോട്ട് വരാൻ ഒരു റീസൺ അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിന് നൽകുകയാണ്. അല്ലാതെ അതിനെ ചെയ്തിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ആദം നബി അലൈഹിസ്സലാം തൗബ ചെയ്യുന്നു. മുഅ്മിനീങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പരമപ്രധാനപ്പെട്ട ഇബാദത്തുകളിൽ ഒന്ന് തൗബയാണ്. സൂറത്ത് തൗബയിൽ അല്ലാഹു മുഅ്മിനീങ്ങളോട് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, തൂബൂ ഇലല്ലാഹി, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണം. തൗബത്തുൻ നസുഹ, ഒരു ക്ലിയറായ തൗബ നിങ്ങൾ ചെയ്യണമെന്ന് അല്ലാഹു തആല സൂറത്ത് തൗബയിലൂടെ പറയുന്നുണ്ട്. എന്നാൽ തൗബ ചെയ്യാൻ എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. സുബ്ഹാനല്ലാഹ്. ആദം നബി അലൈഹിസ്സലാം തൗബ ചെയ്യുന്നത് എങ്ങനെ? അല്ലാഹുവേ എനിക്ക് മാപ്പ് നൽകണം. എങ്ങനെയാണ് മാപ്പ് നൽകുന്നത്? ഇവിടെ ഒരാൾ, ഒരു പ്രവാചകൻ വരാനുണ്ട്. ഖാതമുൻ നബിയ്യീൻ, ഖാതിമുൻ നബിയ്യീൻ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാതമുൻ നബിയുമാണ്, ഖാതിമുൻ നബിയുമാണ്. പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കക്ഷി, അതാണ് ഖാതിമുൻ നബി എന്ന് ഉദ്ദേശിക്കുന്നത്. പ്രവാചക ശൃംഖലയിലെ അവസാനം സീല വെക്കുന്നത് അത് ഖാതമുൻ നബിയ്യീൻ. ആ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ അവിടുന്ന് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് എന്റെ തൗബ സ്വീകരിക്കണേ അല്ലാഹ്. നമ്മൾ പരിചയമില്ലാത്ത ഒരാളെ കുറിച്ച് പറയുമ്പോൾ അവളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നതിന് ഒരു മാറ്റർ വേണ്ടേ? അപ്പൊ നബിയെ നിങ്ങളെങ്ങനെ അറിയാതമേ
പ്രവാചകൻ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു ആദമേ? ആദം നബി അലൈഹിസ്സലാമിന്റെ മറുപടി, അല്ലാഹുവേ, എന്നെ ഈ സ്വർഗ്ഗത്തിൽ എന്നെ കുറച്ചു കാലം താമസിപ്പിച്ചത്, എന്നെ ഈ സ്വർഗീയ അനുഭൂതി എനിക്ക് തന്നെ എന്നെ സുഖിപ്പിച്ചില്ലേ കുറച്ചു കാലം. ആ കാലഘട്ടത്തിൽ സ്വർഗത്തിലെ പല ഭാഗത്തും ഞാൻ കാണുന്ന രണ്ട് പേരാണ്. ഒന്ന് അല്ലാഹ്, മറ്റൊന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒന്ന് അല്ലാഹ്, മറ്റൊന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ചിലരുടെ തീരുമാനം അല്ലാഹുവോട് പറഞ്ഞാൽ മതിയെന്ന്, അല്ലാഹുവോട് മാത്രം പറഞ്ഞാൽ മതി, അല്ലാഹുവിനോട് മാത്രം ചോദിച്ചാൽ മതി, അല്ലാഹുവിനോട് മാത്രം സഹായം തേടിയാൽ മതി. അങ്ങനെ ലോകത്തിൽ നിങ്ങൾ ചെയ്യുള്ളൂ. അപ്പോ കുഞ്ഞിമലക്കാർ ഷഹീദിന്റെ മക്ബറയിൽ പോയി സിയാറത്ത് ചെയ്യാൻ പറ്റുമോ? അപ്പൊ മടവൂർ ശൈഖിന്റെ മക്കാമിൽ പോയി സിയാറത്ത് ചെയ്യാൻ പറ്റുമോ? പറ്റും. അല്ലാഹുവോടാണ് പറയുന്നത്. കാരണം ഭൗതികമെന്നോ അഭൗതികമെന്നോ വ്യത്യാസമില്ലാതെ, ഡിഫറൻസ് ഇല്ലാതെ എല്ലാ വിഷയവും നൽകുന്നവൻ അല്ലാഹുവാണ്. ചോദിക്കുന്നത് അല്ലാഹുവിനോടാണ്. ഇതൊക്കെ കാരണങ്ങളാണ്. ഒരാൾ നല്ല പനിയായി പ്രയാസപ്പെട്ട് നിൽക്കാൻ, വയറുവേദനയോട് പ്രയാസപ്പെട്ട് നിൽക്കാൻ, അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത് വിശ്വസിക്കുന്ന മനുഷ്യൻ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലോ ക്ലിനിക്കിലോ ഒന്നും പോകാതെ നേരിട്ട് എന്റെ രോഗം മാറ്റിത്തരണം അല്ലാഹ് എന്ന് മാത്രമാണ് പറയുന്നത്. അതല്ല വേണ്ടത്. ചെയ്യുന്നത് തെറ്റാണ്. ആത്മീയ ചികിത്സയോടൊപ്പം ഭൗതിക ചികിത്സയും തേടൽ അനിവാര്യമാണ്, ആവശ്യമായ സുന്നത്താണ്, അനിവാര്യമായ നിർബന്ധവുമാണ്. അതൊക്കെ ഇമാമിന്റെ ഫിഖിന്റെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ ഭൗതികമായ സഹായം അല്ലാഹുവിൽ നിന്ന്, ആത്മീയമായ സഹായം അല്ലാഹുവിൽ നിന്ന്. ആ സഹായത്തിന്റെ നിമിത്തങ്ങളാണ് ആത്മീയവും ഭൗതികവുമായിട്ടുള്ള കാരണങ്ങൾ. ആദം നബി അലൈഹിസ്സലാം പറഞ്ഞു, സർവസ്ഥലത്തും പേരുകൾ ഒരേ ഒരു നാമം മുഹമ്മദ് റസൂലുള്ളാഹ്. എല്ലായിടത്തും ഒരാൾ പേര് പറയുന്നുണ്ടെങ്കിൽ അത് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായിരിക്കും, എനിക്ക് ഏറ്റവും തൃപ്തിപ്പെട്ട ആളായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ പേര് പറയാൻ സാധിക്കില്ലല്ലോ. അങ്ങനെ ഉണ്ടല്ലോ, ചില ആളുകളോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാമങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരുടെ മനസ്സിന് താലോലിച്ച നാമങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഇഷ്ടമില്ലാത്തവരുടെ പേരുകൾ പറയും. അത് അവരുടെ മോശപ്പെട്ട വിശേഷണമായി പറയും. മദ്ഹായി പറയുന്ന പേരുകൾ ഇഷ്ടപ്പെട്ട പേരും ആളുകളുടെ പേര്. ആ പേര് പറയേണ്ടിണ്ടാവില്ല, എന്നാലും പറയും മറ്റേ ആളെന്നൊക്കെ പറയും. അതങ്ങനെയാണ്, അതിന്റെ ഭാഗമാണ്. അപ്പൊ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് ആരാണ്? അത് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലോകത്തിന്റെ നേതാവ്, സയ്യിദുൽ വജൂദ്, റഹ്മത്തുൽ ആലമീൻ, ലോകത്തിലെ ഏറ്റവും കാരുണ്യത്തിന്റെ കടലായ ശഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമമാണ് സ്വർഗ്ഗത്തിൽ ആദം നബി കാണുന്നത്. അതുപോലെ സർവ്വസ്ഥലത്തും ആദം നബി കാണുന്നത്. അപ്പൊ ആദം നബിക്ക് തന്നെ മനസ്സിലായി, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ ആദമല്ല, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ ഹവ്വയല്ല, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ മൂസയല്ല, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ ഈസയല്ല, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ മറ്റു മലക്കുകളല്ല, നബിമാരല്ല, മറ്റു പ്രവാചകരല്ല. ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെന്ന് അല്ലാഹു തആല പ്രഖ്യാപിക്കുകയാണ്. ആദം നബി അലൈഹിസ്സലാമിനോട് ഇഷ്ടമുണ്ട്, ഹവ്വ ബീവിയോട് മഹബ്ബത്തുണ്ട്. അതൊക്കെ ദീനിയായ അല്ലാഹുവിന്റെ ദീനിന്റെ ആളുകളായതുകൊണ്ട് അവരൊക്കെ അല്ലാഹുവിന് ഇഷ്ടമുണ്ടെങ്കിലും ഏറ്റവും ഇഷ്ടം അതാരോടാണ്? അത് ഹബീബിനോടാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് തന്നെ അങ്ങനെയല്ലേ, ഹബീബുല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ നാമം തന്നെ ഹബീബുല്ലാഹ്. ഹബീബ്, അത് അല്ലാഹുവിലേക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരുണ്യത്തിന്റെ കടലായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദം നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടാനുള്ള കാരണമാണ്. ആദം നബി അലൈഹിസ്സലാമിന്റെ രണ്ടാമത്തെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുൽ ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥന. അവിടുത്തെ കാര്യം രണ്ടാമത്തെ